ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പൊ എവിടെ അറിയോ നിങ്ങക്ക്? ഞാൻ നാട്ടിലേക്ക് പോകുന്നു. എന്നെ കുറച്ച് ആൾക്കാരൊന്ന് വെല്ലുവിളിച്ചിരുന്നു. ഇജ്ജ് ഖത്തറിൽ പോയിട്ടാണ് വലിയ ഡയലോഗ് അടിക്കണേ. പിന്നെ നാട്ടിലാവുമ്പോ ഇജ്ജ് ഊമല്ലായിരുന്നു എന്ന്. എന്നപ്പ കേട്ടോ. ഇപ്പൊ ഞാൻ നാട്ടിലാ. ഏഹ് ഞാൻ ഇന്നലെ രാത്രിയോടുകൂടെ ടിക്കറ്റ് എടുത്ത് ഇന്ന് നേരം വെളുത്തപ്പോ ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാനിതാ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യത്തില് ദുബായിക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ദുബായി പോയിട്ട് ഞാൻ ആ ഫാത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി പോരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, ഈ ഫാത്തിയുടെ വൈഫിനെ വിളിച്ചു. ഫാത്തിയുടെ വൈഫിനെ ഞാൻ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ വേറെ ആൾക്ക് കോള് കണക്ട് ചെയ്യുന്നുണ്ട്, അവര് പറയാനുള്ളതൊന്ന് കേക്ക്, എന്നിട്ട് ഒരു തീരുമാനം പറയാറുണ്ട്. അപ്പോ ആരാ എന്താണ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് അവരെന്നെ നേരിട്ട് പറയുന്നത്. അങ്ങനെ അവര് വിളിച്ചു. ഞങ്ങൾ 3 പേരും പാടെ കൂടിയിട്ട് 4 പേരുണ്ടായിരുന്നു. മറ്റേ അവര് 2 പേരും പിന്നെ ഞാനും ഈ ഫാത്തിയുടെ വൈഫും അങ്ങനെ കോൺഫറൻസ് കോളിൽ ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് ഖത്തർ പിന്നെ ദുബായ് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ഒരു തെറിവാക്കോ മറ്റുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കംപ്ലൈന്റ് കൊടുത്താൽ മതി, ഓൺ ദ സ്പോട്ടിൽ ആളെ തൂക്കും. അത്രയ്ക്ക് കർശന. കാരണം ഈ അടുത്തായിട്ട് ഖത്തറിൽ ഒരു സ്ത്രീനെ തെറി വിളിച്ചതിന്റെ പേരിൽ ഒരു വ്യക്തി പിന്നെ 2 ദിവസം ജയിലിൽ കടന്നു. പക്ഷെ ഡീപ്പോർട്ട് ആകാതെ വന്ന എന്താ വെച്ചാൽ പിന്നെ അവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി. അത് കുറെ മുമ്പ് ദുബായിലുള്ള ഒരു പെണ്ണിനെയാണ് മറ്റേ ചീത്ത വിളിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ദുബായിലാണ് കംപ്ലൈന്റ് കൊടുത്തത്. അവിടുന്ന് നേരെ ഖത്തർക്ക് അത് കൈമാറി ഖത്തറിന് അറസ്റ്റ് നടന്നു. ഇങ്ങനെ ഒരു വിഷയം ഇതിന്റെ ഇടയ്ക്ക്, ഞാൻ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, ഇങ്ങനെ ഉണ്ടായി. പക്ഷെ നമ്മളത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ വിടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ 1-2 മാസം അവിടെ കിടക്കും, നേരെ ഇങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യും, നാട്ടിലേക്ക് കയറ്റി വിടും. ഇതാണ് ഈ അറബ് രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള 2 നാടാണ് ഖത്തറും ദുബായ്. അവിടെ സോഷ്യൽ മീഡിയയിൽ എന്ത് തെമ്മാടിത്തരവും മറ്റേ വിളിച്ച് തെറി പറയാനോ ഇതാക്കാനൊന്നും അവിടെ അലൗഡ് അല്ല. അപ്പോ ഈ ഒരു വിഷയം ഫാത്തി എന്നെ വിളിച്ചതും എന്റെ ഉമ്മാനെ വിളിച്ചതും എന്റെ മക്കളെ വിളിച്ചതും കൊല ഭീഷണി നടത്തിയതും ഇത്രയൊക്കെ നിങ്ങൾ കേട്ടതാണ്. അപ്പൊ എന്നോട് പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിനക്ക് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്, ആ മക്കളെ ആ ഉമ്മാടെ അടുത്ത് എത്തിക്കാൻ പറ്റിയ ഒരു ചാൻസും ആണ്. കാരണം എന്താ, ഇവനെ തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ പറയാ ഉമ്മാടെ കയ്യിൽ ഏൽപ്പിക്കാനാ പറയാ. അപ്പോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദുബായിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന്റെ മുമ്പായിട്ട് ഇവരോട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്കിത് അവരുടെ അഭിപ്രായം കൂടി അറിയാ എന്ന് പറഞ്ഞിട്ട് ഈ ഫാത്തിയുടെ വൈഫിനെ ഞങ്ങൾ വിളിച്ചു. ഒരു 10-27 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ വിഷയം ഇതാ പറഞ്ഞത്, നിങ്ങൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ദുബായിലേക്ക് കയറി വന്നോ, നിങ്ങൾക്ക് ഇവിടെ എല്ലാ സംരക്ഷണവും ഞങ്ങൾ തരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ മക്കളെ ഏൽപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു തന്ന അവരെ ഞങ്ങൾ ഏൽപ്പിക്കാം. അല്ല നാട്ടിലേക്ക് ഇനി എത്തിക്കണോ അതും ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഈ ഇവന്റെ പേരിൽ ഈ ഇത്രയും വകുപ്പുകൾ ചേർത്തിട്ടാണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ അതിന്റെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലുപരി ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ ആ പെണ്ണിനെ ഒരുപാട് തെറി വിളിച്ചിരിക്കുന്നു. ആ കുട്ടിനോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു ഓൺലൈൻ വഴി ഒരു വെബ്സൈറ്റ് ഉണ്ട്, രഹസ്യമായിട്ട് അവർക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോ അവര് പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നെ വിളിച്ചിട്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് സഹകരിക്കാറുണ്ട്. അങ്ങനെ മൊത്തത്തില് ഇവനെ ശരിക്ക് പൂട്ടാൻ ഞങ്ങൾ നിന്നതാണ്. അങ്ങനെ നിൽക്കുന്നതിൽ ഇവന്റെ വൈഫിനെ ഞങ്ങൾ വിളിച്ചു ഇന്നലെ രാത്രി. നുണയൊന്നുമല്ല, നിങ്ങൾ അറിയുന്നവർ ആരുണ്ടെങ്കിലും അവരുടെ വൈഫിനോട് ചോദിച്ചു നോക്കോ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്, അപ്പൊ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കാരണം ആ കമന്റുകളൊക്കെ കണ്ടില്ലേ, എങ്ങനെയെങ്കിലും ആ മക്കളെ മേടിച്ചു കൊടുക്കണം, വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവർ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവൻ ഇങ്ങനെ ഒരു നാറിയാണ്, ഇത്രയും വലിയൊരു ഫ്രോഡാണ് എന്നറിഞ്ഞിട്ടും ആ മക്കൾ അവരുടെ അടുത്ത് നിൽക്കുന്നതിൽ എന്ത് സംരക്ഷണമുള്ള എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറെ കമന്റ്സുകൾ വന്നിരുന്നു. അപ്പൊ എന്താ ഇതിൽ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു എനിക്കിതിൽ എന്താ ഞാൻ പറയാ, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു എന്നാ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ ചോദിച്ചപ്പോ അതെനിക്ക് അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേണ്ട, നിങ്ങള് കേസും ഇതൊന്നും വേണ്ട, അങ്ങനെ ഉള്ളില് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരിൽ എന്റെ മക്കള് വിഷമിക്കൂലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട.
നിങ്ങൾ മറ്റേ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന് എന്തെങ്കിലും വിധത്തില് ആ മക്കളെ എൻ്റെ അടുത്തേക്ക് സത്യം അറിഞ്ഞിട്ട് തന്നെ എൻ്റെ അടുത്തേക്ക് എത്തിക്കും എന്നുള്ള ഓരോ ദിവസവും എൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഞാൻ ഒരു എസ് മൂളിയിട്ട് എത്രയൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇനി അയാളുടെ കൂടെ ഒരു ജീവിതമല്ല, അതെനിക്ക് ഉണ്ടാവൂല. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് അയാളെ ഇങ്ങനത്തെ ഒരു എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇത് നല്ലൊരു ചാൻസ് ആണ്, നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് അയാളെ മറ്റേ അയാളോടുള്ള എന്ത് തരത്തിലുള്ള പ്രതികാരം വീട്ടാനും ഇപ്പോ ഒരു ചാൻസ് ആണ്. പക്ഷെ എന്നിട്ടും എനിക്ക് തോന്നാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ അയാളെ സ്നേഹിച്ച് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യും, കാരണം എനിക്കത് ചെയ്തേ പറ്റൂന്ന്. അതിൽ ഇതാണ് കരഞ്ഞു. ഇത് കരഞ്ഞ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു എനിക്ക് ഈ നല്ലോണം ഒന്ന് ആലോചിച്ച് എനിക്ക് എന്റെ മക്കളെ കിട്ടും, നല്ലോണം ചിന്തിക്ക്, ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങോട്ട് മെസ്സേജ് വിട് എന്താണ് തീരുമാനം എന്നുള്ളത്. അപ്പോ പിന്നെ ഇതൊന്നും മിണ്ടുന്നില്ല. ഞാൻ എന്താ പറയാന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിങ്ങനെ കരയുന്നേ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു അവരോട്, മറ്റേ ഞാൻ പറഞ്ഞു ശരി ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം, എന്ത് തീരുമാനമാണേലും പറഞ്ഞു പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇവരോട് സംസാരിച്ചു. അപ്പോ എന്നോട് അവര് പറഞ്ഞു, അല്ല ആ സ്ത്രീ ഇങ്ങനെ പറയുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടു, അവര് പിന്നെ അത്രയും കരഞ്ഞുകൊണ്ടൊക്കെ പറയുമ്പോ നമ്മള് എന്താ ചെയ്യേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഡിയ ഇല്ല, എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയാറുണ്ട്. അല്ല അവർക്ക് അവരുടെ മക്കളെ പിന്നെ നമ്മൾ മേടിച്ചു കൊടുക്കാനാണ് ചെയ്തത്, പക്ഷെ ഇങ്ങനെ മേടിച്ചു കൊടുക്കണ്ടെന്ന് അവര് പറയുന്നത്. കാരണം അത് ഇവനെ അകത്താക്കിയാൽ ആ കുട്ടികള് 1, 2, 3 ദിവസം ചിലപ്പം ഒരാഴ്ച വരെ അവര് മറ്റേ റിക്കവർ ആയി വരൂല. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും കാലം ആ വാപ്പാടെ പിന്നാലെ ജീവിച്ചതല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതെന്തായാലും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് നിൽക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കുറെ ചർച്ച ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, എനിക്കും ആകെ ഡെസ്പായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓനെ ഒന്ന് പൂട്ടണം എന്ന് വിചാരിച്ചിട്ട്, ഓന്റെ അഹങ്കാരം ഒന്ന് കുറക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. അങ്ങനെയാണ് ദുബായിക്ക് അവരെന്നെ പറഞ്ഞു ഇങ്ങോട്ട് വാവെന്ന്, നിനക്ക് ഇവിടെ നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ മറ്റു സൗകര്യങ്ങളുണ്ട്, ഇങ്ങോട്ട് വാ, ഇജ്ജ് വന്നിട്ട് എന്റെ കംപ്ലൈന്റും കാര്യങ്ങളും ഡയറക്റ്റ് അനക്കെന്നെ ചെയ്യാൻ, ഞങ്ങൾ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചത്. ഞാൻ അതിന് റെഡി ആയിട്ട് പോകാൻ നിൽക്കുമ്പോഴേ ഇവളോട് ഇങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ ഞങ്ങൾ അവളോട് കൂടി ഒന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചത്. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞു കേട്ടു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ എന്താ പിന്നെ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത്രയും ആ പെണ്ണിനെ ദ്രോഹിച്ചിട്ടും പിന്നെ ഈ നാറി കുടുങ്ങണെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് അതിന്റെ പേരിൽ വിഷമിച്ച് കരയാം. ഒന്ന് ആലോചിച്ച് നോക്കെ, ഇത്രയും നല്ലൊരു പെണ്ണിനെയാണ് ഇവൻ നാട് മുഴുവൻ അങ്ങനത്തെ വേശി ഇങ്ങനത്തെ വേശി എന്നും പറഞ്ഞിട്ട് കാണുന്നവർക്കൊക്കെ ഈ മറ്റേ ഇവളുടെ അതേ മറ്റേ ഇതെന്നും പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും വീഡിയോ റെക്കോർഡും വോയിസും ഇങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഓന്റെ നല്ല പിള്ള ഇങ്ങനെ ചമയ്യ. എന്നിട്ട് ഓനെ ഞാൻ കഞ്ചാവ് എന്ന് പറഞ്ഞത് ഓനക്ക് വലിയ വിഷമായി ഇത്രേ. എന്നിട്ട് ഓന് വലിയ അടിയിൽ തെറിയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, നാട്ടുകാർ മുഴുവൻ പൊങ്കാല ഇടാന്ന് കണ്ടതോടുകൂടെ ഓൻ അതും പിൻവലിച്ചും കൊണ്ട് വീഡിയോ ഡിലീറ്റ് ആയിക്കൊണ്ട് ഓടുകയും ചെയ്തു. ഞാൻ അതിന്റെ വേണ്ട രീതിയിൽ ഞാനും കൈകാര്യം ചെയ്തിരിക്കണം. ഇന്റെ അടുത്തുണ്ടല്ലോ ഓനെ ഏത് തരത്തിൽ നാറ്റിക്കാൻ പറ്റിയ തെളിവ് ഇന്നിന്റെ കയ്യിലുണ്ട്. ഞാനത് ചെയ്യും. അതിലൊന്നും ഞാൻ അവളെ വിളിച്ചിട്ടോ അവളുടെ സമ്മതത്തിനോ ഞാൻ നിൽക്കൂല. ഞാൻ അവൾക്ക് ആ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവളെ മനസാക്ഷി അതിന് സമ്മതിക്കണില്ലാന്ന്. ഈ ചെറ്റക്കൊക്കെ വേണ്ടിയിട്ടേ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ചെറ്റക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ പെണ്ണിന്നും എന്താ പറയണേ ഒരു മനസ്സലിവ് കാണിക്കണത്. അപ്പൊ പിന്നെ നമ്മളായിട്ട് പിന്നെ എന്താ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് അവർക്ക് എന്താ പറയാ നമ്മൾ വലിച്ചിടുന്ന പോലെ ആവൂലേ, അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പുറകെ നടക്കേണ്ട ഷെരീഫെ. പിന്നെ ഇജ്ജോ അവനോട് ഏത് തരത്തിലും ഇജ്ജ് പ്രതികരിച്ചോ, നിനക്കൊരു ബുദ്ധിമുട്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ കേസ് മാത്രം വന്ന് ഫയൽ ചെയ്യാന്ന്. പക്ഷെ അപ്പോഴും അവരുടെ മുമ്പിൽ ചോദിച്ചിട്ടാണ് ഏത് ഈ കുട്ടികളുടെ കാര്യത്തില്. ഈ കുട്ടികളുടെ കാര്യത്തിൽ പിന്നെയും ഇതന്നെയല്ലേ സംഭവിക്കുക എന്നുള്ള ഒരു ചർച്ചയുണ്ട്. അപ്പോ ഞാൻ എന്റെ മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു. കാരണം ഞാനിപ്പോ ഇങ്ങോട്ട് ഈ വന്നതിന് വേറെ റീസൺ ഉണ്ട്. ഞാൻ പോയതിനു ശേഷം എന്റെ ചെറിയ മോള് ദിവസം ഇരുന്ന് കരയും. അതിങ്ങനെ കേട്ട് എനിക്ക് ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കും. എനിക്കൊരു പണിയ നേരത്തിൽ എടുക്കാൻ കഴിയുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു,
അവിടെ പോയി വിസ ID തന്നു, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നു. എനിക്ക് ഇനി എപ്പോ വേണേലും പോകാം, എപ്പോ വേണേലും നിൽക്കാം. പിന്നെ ഞാൻ പോയിന്റെ ഉദ്ദേശം വേറെ ഒന്നും കൂടി ഉണ്ട്. സാജിത കേസ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേ, ഇനിച്ച് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പില് ഞാൻ പ്രത്യേക ഒരു വീഡിയോ വേറെ ഇടുന്നുണ്ട്. ഞാൻ ഖത്തറിൽ പോണതും വരുന്നതും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇടുന്നുണ്ട്. പോകാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ നടന്നു. പിന്നെ ഞാൻ ഫ്ലൈറ്റിലല്ലേ, എനിക്കിതൊന്നും പുറത്ത് വിടാനോ ഇതാക്കാനോ ഒരു ചാൻസ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ വന്നിറങ്ങിയോടുകൂടെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം നിങ്ങളോട് അതൊന്ന് പറയാൻ വിചാരിച്ചു. പക്ഷെ അതിന്റെ മുമ്പ് എനിക്ക് ഫാത്തില്ലേ നാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓന് ഒരു ഡയലോഗ് അടിച്ചു. എന്തറിയോ, ഓന്റെ പിന്നാലെ പോയാല് ഇന്റെ മക്കളെ അല്ലെങ്കിൽ പിന്നാലെ ഞാൻ തന്നെ പോണേ ആണ് മറക്കേണ്ടിയിരുന്നു. ആ ഡയലോഗ് നിങ്ങൾ കേക്കി, എന്നിട്ട് അതിനുള്ള മറുപടി ഞാനിപ്പോ തരാം കേട്ടോ. ഇതിന്റെ പുറകെ വരുന്ന ആൾക്കാരോട് പറയേണ്ടത് കുട്ടികളുടെ മക്കളൊക്കെ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് ഓക്കെ അസ്ഥിക്ക് കൊള്ളുമ്പോൾ തിരിച്ചതേ അസ്ഥിക്ക് ഞാൻ തരും. എന്നെ കഞ്ചാവിന് വിളിച്ചാണ്ട് പച്ചക്ക് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ പച്ചക്ക് തന്നെ അതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചിന്തിച്ചാൽ മതി. പിന്നെ പുറക്കും പട്ടി കടിക്കൂലാന്നൊക്കെ നിങ്ങൾ പറയും. കാരണം ഞാൻ പുറക്കും ചേച്ചു, ഞാൻ കടിക്കും ചേച്ചു, ഞാൻ എല്ലാരും പോയത്. ഫാത്തിയെ, ഇജ്ജ് ഒരു തന്തക്ക് ഉണ്ടായവനാണെങ്കിൽ നാട്ടിൽ വന്നത് എന്നിട്ട് ഇജിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇജ്ജതൊന്ന് പറഞ്ഞ അന്നെ ഞാൻ ആണായാണ് കൂട്ടടാ. ഒറ്റ രാത്രി കൊണ്ട് ടിക്കറ്റ് എടുത്ത് പോന്നവനാ ഞാന്. ഇജിന്റെ മക്കളെ നിഴൽ വെട്ടത്ത് വരൂല, മനസ്സിലായോ? അതിനുള്ള തന്തക്കൊന്നും ഇജ്ജ് ജനിച്ചിട്ടില്ല. ഇജ്ജ് സാജിദാനി അന്റെ പെണ്ണുങ്ങളെ ഇജ്ജ് പേടിപ്പിച്ചോ, വേണമെങ്കിൽ എന്റെ വിലക്കാരി ഇജ്ജ് പേടിപ്പിച്ചോ. പക്ഷെ ഷെരീഫിനെ പേടിപ്പിക്കാനുള്ള തന്തക്കൊന്നും ഇജ്ജ് ജനിച്ചിട്ടില്ല. അനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇജ്ജ് പറ. കാളികാവല്ലേ, ഞാൻ അവിടെ സെന്ററിൽ വന്നിട്ട് അന്റെ നാട്ടിൽ ഇജ്ജ് പറയുന്ന ടൈമിൽ ഇജ്ജ് പറയുന്ന ഡേറ്റില് ഷെരീഫ് അവിടെ വന്നിട്ട് ലൈവ് ഇടാം, മനസ്സിലായോ? തന്തക്ക് പറഞ്ഞ ഒരുത്തം അന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തൊടാൻ പറ. ഞാൻ വരാം, എന്റെ മക്കളെ കൊണ്ടുവരണോ വരാം. അതിനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടടാ. ഞാൻ ഇതൊരു വെല്ലുവിളിയാ. ഖത്തറിന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് എന്നോട് വെല്ലുവിളിക്കാൻ പൈക്കൂച്ചെങ്കിൽ അന്റെ പേരുടെ അമ്മരത്ത് പോയിട്ട് എനിക്ക് വെല്ലുവിളിക്കാൻ കഴിക്കും കേട്ടോ. ഇജ്ജ് കണ്ട ആളല്ല ഞാന്. ഇജ്ജ് ഇഞ്ഞി കളിച്ച അന്നെ ഞാൻ പൂട്ടും ഫാത്തിയെ. ഇജ്ജ് പെണ്ണുപിടിയാനാണ്, ഇജ്ജ് കഞ്ചാവാണ്. ഇജ്ജ് ലഹരി അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞു മക്കളെ വെച്ചിട്ട് ഇജ്ജ് അവിടെ ലഹരി കച്ചവടം ചെയ്യുന്നുണ്ട്. ഒക്കെ എനിക്കറിയാം. ഇജ്ജ് എന്താ ചെയ്യാ, ഇജ്ജൊന്ന് ചെയ്ത് കാണിച്ചാ, ടീക്കജ്. അന്നെ ഞാൻ ആണായാണ് കൂട്ടാ, മനസ്സിലായോ? ഇജ്ജ് ആറിനെ പേടിപ്പിക്കണേ? ഇജ്ജ് ഞാൻ ഖത്തറിൽ നിന്നിട്ട് അങ്ങനെ ആക്കുക എന്നല്ലേ പറഞ്ഞത്? അനക്ക് പാസ്പോർട്ട് ഇല്ലേ? ഒരു ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിൽ വാ, എന്നിട്ട് ഇജ്ജൊന്ന് കാണിച്ചാ ടിക്ക അന്റെ ആണത്തം. എന്താ, ഞാൻ നാട്ടിലാ നിക്കണ ഇപ്പോ. ഞാൻ നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്ന വീഡിയോ ഞാന്. അന്റെ തണ്ടയുടെ ചങ്കുറപ്പും ഇതും നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എത്ര ചങ്കുറപ്പുള്ള തന്തൊക്കെ ഉണ്ടായെന്ന് എന്നുള്ളത്. അന്റെ മാതിരി തെറി ഞാൻ പറയില്ല, അത് ഞാൻ ഉറപ്പാണ്. അത് അന്റെ മാതിരി അന്നേന്നല്ല ഒരു മഹലൂക്കിനെയും ഉമ്മാക്കും വാപ്പാക്കും ഞാൻ വിളിക്കില്ല. അതെന്താ അറിയോ, ഞാൻ അങ്ങനെ ഉമ്മാ വാപ്പാന്ന് വിളിച്ച് വളർന്നുകൊണ്ട്, മനസ്സിലായോ? അന്റെ മാതിരി കാണുന്ന വേശികളുടെ പിന്നാലൊക്കെ നടന്നിട്ട് ഈ മക്കളെയും വെച്ച് ലഹരി കച്ചവടം ചെയ്തിട്ട് അങ്ങനെ ആടി നടക്കണമല്ലടാ ഞാനേ, മനസ്സിലായോ? ഞാൻ എന്നോട് പലപ്പോഴും ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാ, ആദ്യ ഹീറോയിസം കാണിക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാ, അല്ലാതെ പെണ്ണുങ്ങളുടെ കാമുകന്റെ കഥയും പെണ്ണുങ്ങളുടെ മറ്റേ വേശിത്തര കഥയും പറഞ്ഞിട്ടല്ല. ഇജ് ആ പെണ്ണിന്റെ പേരിലും ഈ മക്കളുടെ വീഡിയോസിലും ഇജ് ആളായി. അല്ലാതെ അന്റെ എന്ത് കഴിവുകൊണ്ട് ഇജ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കണ്? ഞാൻ ഇന്റെ ഒരൊറ്റ അധ്വാനം കൊണ്ട് അന്നെ ഒരാളെങ്കിൽ ഒരാൾ അറിയിച്ചെങ്കിൽ അറിയാം, മനസ്സിലായോ? അന്നെ അറിയണ എന്റെ മക്കളുടെയും എന്റെ വൈഫിന്റെയും പേരിലാ. അല്ലാതെ നിനക്ക് പറയാൻ പറ്റുമോ? ആ അജ്ജന്നെ വെല്ലുവിളിച്ചിക്കണേ എന്നുവെച്ചൊന്ന് കാണിച്ചോണ്ടാ. ഇജ്ജ് എന്തി പറഞ്ഞേ? സ്വന്തം ചോരൊക്കെ അജ്ജിന്റെ മക്കളെ എടുത്തുക്ക് പോലും വരൂല ഇജ്ജ്. അതിനൊന്നും ഇല്ല, തന്തൊക്കെ ഉണ്ടായിട്ടില്ലാന്ന്. ഇജ്ജിന്നെ വല്ലാണ്ട് വാശി പിടിപ്പിച്ചാ ഞാനുണ്ടല്ലോ ഇത് റീഓപ്പൺ ആക്കും കേട്ടോ. അതെനക്ക് ഒരുപാട് ഖേദമുണ്ടാക്കും കേട്ടോ. ഞാൻ ഇപ്പോഴും പറയണു, എപ്പോഴും പറയണു, ഇജ്ജ് കഞ്ചാവാണ്, ഇജ്ജ് ലഹരിയുടെ ലോകത്താണ്. ഇജ്ജ് ഓരോ വേഷ്യങ്ങളും കൊണ്ട് നടക്കണതാ. തെളിവിന്റെ അടുത്തുണ്ട്, വിത്ത് സ്ക്രീൻഷോട്ട് അടക്കം പല ചാറ്റും ഉണ്ട്. എല്ലാതും ഇന്റെ അടുത്തുണ്ട്. ഇജ്ജ് ഇന്നെ വരട്ടാനൊന്നും ഉള്ള തന്തക്ക് ഇജായിട്ടില്ല കേട്ടോ മോനെ ഫാത്തിയ. ജാണാണെങ്കിൽ നാട്ടിക്കൊന്നു വന്ന ഞാൻ അജ്ജ് നിലമ്പൂർ ഡിസ്ട്രിക്റ്റിലല്ലേ, അവിടെ ചന്തക്കൊന്ന് ഇന്നെ അറിയാത്തല്ല ആരുമില്ല. ജാരത്ത് വേണമെങ്കിൽ ചോദിച്ചോ, അവിടെ എന്റെ കമ്പനിക്കാരനാണ് ഫാസിൽ ചന്തക്കുന്നു. ഇവലൊക്കെ ഓലൊക്കെ നല്ല അത്യാവശ്യം റൗഡീസം കാണിച്ചിട്ട് ജനിച്ചു വളർന്ന ആളുകൾ തന്നെ ആ നാട്ടിൽ കൂടെ. ഓലടുത്ത് ചോദിച്ചോ ഷെരീഫിനെ അറിയോ എന്നുള്ളത്.
കേട്ടോ. അന്റെ നാട്ടുകാരെടുത്ത് ഇജ്ജ് ചോദിച്ചോ. ഇജ്ജിന്റെ കോമഡി പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇജ്ജിന്നോട് കളിച്ചാൽ നിന്നാണല്ലോ. ഞാൻ ഇവിടുന്ന് ഖത്തർക്കാണ് വന്നോടുകൂടെ ഞാൻ ആദ്യം നിനക്ക് അന്ന് നിനക്കെതിരെ ഞാൻ വീഡിയോ ചെയ്ത എന്താ അറിയോ, സാജിദയുടെ കാര്യം ഞാൻ ഒഴിച്ചിട്ടിക്കായിരുന്നു. അതിമ കൂടിയിട്ട് അന്റെ കാര്യം ഞാനൊന്നാണ് മാറ്റി വെച്ചു. അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് അംഗത്തിനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇജെന്താ മുണ്ടാത്തു? ഇജെന്തിനാ ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്യണു? ഇജെന്തിനാ വീഡിയോ ഡിലീറ്റ് ചെയ്യണു? നട്ടല്ലേ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പിന്നെ പിൻവലിച്ചല്ലേ. ഇജെന്ത് പറഞ്ഞു? ഇജ് ഒറ്റ തന്തക്ക് ഉണ്ടായവനാണ് ഇജ വീഡിയോ ഡിലീറ്റ് ചെയ്യൂലെന്ന്. അപ്പൊ ഇജ് എത്ര തന്തക്ക് ഉണ്ടായാനാ? ഇജൊന്ന് പറഞ്ഞാട്ടിക്ക. ആ ഒറ്റ തന്തക്ക് ഉണ്ടായാനാ ഇജിന്റെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കാണിച്ചാട്ടിക്കെന്ന ഒന്ന് കാണിച്ചാട്ടിക്ക. വെല്ലു വിളിച്ചോ. അനക്ക് പറ്റണ അന്റെ തരത്തിൽ ആടുന്ന കുറച്ച് പെണ്ണുങ്ങളില്ലേ, ഓലോട് ഷെരീഫിനോട് ഇജ്ജ് കളിച്ചിട്ട് അനക്ക് ഇനി ഞാൻ പണി തരും. അനക്ക് പണി തന്നും കൊണ്ട് തന്നെ ഞാൻ ഇരിക്കും. അന്റെ ഓരോന്നോരോന്ന് ഞാൻ പൊളിച്ചെടുക്കും. അന്റെ കവടമുഖല്ലേ അത് ഞാൻ പൊളിച്ചെടുക്കും. മനസ്സിലായോ? ഇജ്ജ് ഇനി ആ പെണ്ണിനെ കുറെ വേശ്യാക്കിയിട്ടും ഈ മക്കളെ വെച്ചിട്ടും ഇജ്ജ് അങ്ങനെ റീച്ച് ഉണ്ടാക്കണ്ട കേട്ടോ. അനക്കുള്ള പണി ഞാൻ തന്നോണ്ടേ ഇരിക്കും. ജാനാണെങ്കിൽ ഒന്നും കൊണ്ടടാ തിരിച്ച്. തെറി എന്ന് പറയുന്നത് എന്റെ കുടുംബ സ്വത്തൊന്നുമല്ല, ആർക്കും പറയാം. പക്ഷെ എന്താ അറിയോ, കുടുംബത്തിൽ ജനിച്ചോലും പറയില്ല എന്നുള്ളതാ. മറ്റൊരാളുടെ വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും ഭാര്യക്കും കുറെ തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വരെ ആർക്കും ശരീരം നൊന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ഗമയാണ്. ക്രെഡിറ്റ് അടിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ കൊടുത്തു, ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് ഇജ്ജ് തന്നു? ഇജ്ജ് തന്നിട്ട് എന്ത് ഉണ്ടായത്? ഇജ്ജ് ഇപ്പോഴും ഏറിലല്ലേ അല്ലേ? സകലമാന ആളുകൾ എന്താ പറയണത്? ഇജ്ജ് ലോക ഫ്രോഡാണെന്ന്. അതെല്ലാവർക്കും പിടുത്തം കിട്ടി. ഇന്റെ ഒരൊറ്റ വീഡിയോമ തന്നെ അന്നെ ഞാൻ പൊളിച്ചടുക്കി അല്ലെ. ആ ഇജ്ജ എന്നിട്ട് ഇന്നെ വെല്ലുവിളിക്കണേ അല്ലെ. അതിനൊന്നും ഇജ്ജ് ആയിട്ടില്ല മോനെ. സംശയം ഉണ്ടെങ്കിൽ ഇജ്ജ് ട്രൈ ചെയ്തോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങിയേക്കണു. ഇജ്ജ് ഇനി ചെയ്തിട്ടില്ലെങ്കിലും എനിക്കെതിരെ ചെയ്തിട്ടില്ലെങ്കിൽ അനക്കെതിരെ ചെയ്തുകൊണ്ടേ ഇരിക്കും ഞാൻ വീഡിയോ. അന്റെ ഓരോന്നോരോന്ന് ഞാൻ പൊളിച്ചെടുക്കും. ഇജ്ജ് നല്ല തന്തക്കുണ്ടായവനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തന്തക്കുണ്ടായവനാണെങ്കിൽ, ഒരു തന്തക്ക് ഇജ്ജ് ഉണ്ടായിട്ടില്ല, അത് ഇജ്ജെന്നെ തെളിയിച്ചു. കാരണം ഇജ്ജിനോട് പറഞ്ഞു, ഞാൻ ഒരു തന്തക്കുണ്ടായവനാണെങ്കിൽ ഞാൻ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യൂല. ഇനി ഇജ്ജാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ഷെരീഫേന്ന്. ഷെരീഫിന്റെ വീഡിയോ അവിടെ ഉണ്ട്, ഇജ്ജ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിനർത്ഥം ഇജ്ജെന്നെ സമ്മതിച്ചു ഇജ്ജ് ഒരു തന്തക്കുണ്ടായവനല്ല എന്നുള്ളത് അല്ലേ. ഞാനല്ല പറഞ്ഞത്, ഇജ്ജെന്നെ പറഞ്ഞത്. അപ്പോ ഇജ്ജ് അതിലൊരു തീരുമാനം ഉണ്ടാക്കി വാ. എന്നിട്ട് മതി ഇജ്ജ് ബാക്കിയുള്ളവരൊക്കെ മെരറ്റല് കേട്ടോ. എന്റെ മെരറ്റലൊന്നും ഇങ്ങോട്ട് വേണ്ട. അതിനൊന്നും ഇജ്ജ് ആയിട്ടില്ല, ആവട്ടെ. ഞാൻ ഇങ്ങോട്ട് പോരാനുള്ള മെയിൻ കാരണം എന്താ അറിയോ? ഈ നാറിയുടെ ഈ കഞ്ചാവില്ലേ, കഞ്ചാവ് ഫാത്തി, ഓന്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ. അപ്പൊ ഞാനത് വൈകിച്ചില്ല. ഞാൻ ഇന്നേക്ക് ഇന്ന് തീർത്തിട്ട് തന്നെ ഉള്ളൂ. ഇനി അങ്ങോട്ട് മടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണി. ഇതാ പ്രതികരിക്കുക. അത് പ്രതികരണത്തിന്റെ പല രീതികളുണ്ടാവും. ഞാൻ എങ്ങാനും ഇപ്പൊ കഞ്ചാവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇട്ട വ്യക്തി ഖത്തറിലും ആണെന്ന് വെച്ചെങ്കിൽ എന്റെ പൊന്നു കാക്ക നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ ഒരെണ്ണത്തിന് തൂക്കിയിട്ടുണ്ടാവും. മനസ്സിലായോ? അത് പണ്ട് നിങ്ങളെ വീട്ടില് ഒരാള് വന്നുകൊണ്ട് ഇറങ്ങി ഓടിയുള്ള പറച്ചിലുണ്ടാവൂലേ? ഒന്നുമില്ല. ഞാന് ജസ്റ്റ് ആയിട്ട് വളരെ നൈസായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും നെഞ്ചത്തറ കയറ്റി വിടും. പിന്നെ ഒരു 12 കൊല്ലം ജയിലിൽ കിടക്കണ്ടല്ലേ? എനിക്കെതിരെ ഇന്നെന്റെമാർക്കുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. എനിക്കെതിരെ ഇന്നെന്റെമാർക്ക് ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തേ? ഞാൻ കഞ്ചാവാണൊക്കെ പറഞ്ഞാണ്ട് എന്തേലും പബ്ലിക്കിൽ ഒരാൾ വീഡിയോ എടുത്തു. അപ്പൊ പിന്നെ ഞാൻ അതിന് കേട്ടില്ലേ? ഓനെ ഞാൻ കഞ്ചാവെന്ന് പറഞ്ഞു. അപ്പൊ ഓൻ നാട്ടിലെങ്ങാനും വന്ന സമയത്ത് ഞാൻ ഖത്തറിലാണെങ്കിൽ ഇന്നെ കിട്ടൂല. അപ്പൊ ഓൻ എന്ത് ചെയ്യും? പെരീന്നൊന്നിനെ തൂക്കും. ഓൻ ഗുണ്ടയല്ലേ. അപ്പൊ ഓനിക്ക് പിന്നെ അങ്ങനെയൊക്കെയല്ലേ പറ്റോ? ഓനേക്കാ വലിയ കടിച്ചാ പൊട്ടാത്ത ഡയലോഗാൻ പറ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഇജ്ജ് അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഷെരീഫ് ഇവിടെ എത്തിക്കണു. മനസ്സിലായോ? നല്ല തന്തൊക്കെ ഉണ്ടാകാനാണെങ്കിൽ വെല്ലുവിളിക്കുക. ഇജ്ജൊന്ന് വന്നങ്ങട്ടെ, ഇങ്ങോട്ട് വാടാ. ആണെന്ന് പറഞ്ഞാൽ വെല്ലുവിളി സ്വീകരിക്കണോനാ. ഇജ്ജ് പറഞ്ഞു തീരുന്നതിന്റെ മുന്നേ ഞാന് ഇതിന് ആൻസർ തരുന്നത് നാട്ടിൽ നിന്നാണെന്നുള്ളത് ആവണം എന്നുള്ളത് എനിക്ക് ഒരു വാശിയായിരുന്നു. ഞാൻ അതാ വന്നപ്പോഴും. ഇജ്ജൊന്ന് വന്ന നമുക്ക് നമ്മളെ തന്താരം നടക്കാം. വാ, അതിനുള്ള തന്തക്ക് ഇജ്ജ് ഉണ്ടായിക്കണോ? കാറല്ല, എനിക്ക് ഞാൻ JCB വാങ്ങിത്തരാം. ഇജ്ജൊന്ന് കയറ്റിക്കാം. ഉണ്ടോ? ഇജ്ജ് കഞ്ചാവാണ് 1000 വട്ടം. ഇജ്ജ് കഞ്ചാവാണ്, MDM ആണ്, പെണ്ണുപിടിയാനാണ്. ഇപ്പോഴും പറയുന്നു. ഇജ്ജൊന്ന് ചെയ്ത വാ, ഇജ്ജ് ഇങ്ങോട്ട് വാ. ഇജ്ജ് എന്തിനാ ലേറ്റ് ആക്കണു? ഇജ്ജ് എന്താ ഈ ക്യാമറ തുറന്നിട്ട് പേടിപ്പിക്കുക? ആരനെ ഇജ്ജ് പേടിപ്പിക്കണേ? ഇജ്ജ് എന്റെ പെണ്ണുങ്ങളെ പേടിപ്പിച്ചോ? എന്റെ അമ്മാനെ പേടിപ്പിച്ചോ? പെങ്ങന്മാരെ പേടിപ്പിച്ചോ? പിന്നെ എന്റെ അടുത്ത് കുറച്ച് മറ്റേ കായിന് വേണ്ടിയിട്ട് വന്നു പോണ ടീമില്ലേ,
ഓലെയും പേടിപ്പിച്ചോ. പക്ഷെ ഷെരീഫിന് അതിന് കിട്ടൂല. ഇജിന്നോട് നാട്ടിലെത്തുന്നതിന്റെ മുമ്പ് ഞാൻ ഖത്തറിലാവും, ഇജ് നാട്ടിലെങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോ അതിനുള്ളത് തരുന്ന പറഞ്ഞ. ഞാൻ ഇതാ നാട്ടിലടാ. ഞാൻ ഈ ഒരു വീഡിയോ കേട്ടപ്പോ തന്നെ അതിന് ഞാൻ മറുപടി ആയിട്ടതാ ഈ വന്നിരിക്കുന്നത്. ഇജൊന്ന് വന്ന ഒന്ന് നോക്കട്ടെ. ഇജ് വെറും കുരക്കണ പട്ടിയാ. പട്ടികൾക്ക് പോലും അപമാനാണ് ഇജ്. കഞ്ചാവ് ഫാത്തി 1000 വട്ടം ഞാൻ ഉറപ്പിച്ചു പറയണു. അന്റെ ഇവിടെ നട്ടല് അതില്ലാന്നറിയാം. ഇനി ഇജ്ജ് സ്വയം ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇജൊന്നിന് വന്ന ഇജ്ജ് പറഞ്ഞ മറ്റേ സാജിദ ഓള് ഓടിച്ചു പറഞ്ഞല്ലേ, അതുപോലെ ഇജ്ജ് ഓടൂലാന്നല്ലേ. അപ്പൊ ഓളെ ഓടിയെന്നുള്ള ഇജ്ജ് സമ്മതിച്ചില്ലേ അല്ലെ? ഓളും സമ്മതിച്ചു അല്ലെ? ഇജ്ജ് അന്നെ ഓടാനും കൂടി ഞാൻ ഇതാക്കൂലടാ. ആണാണെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കടാ, അല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത്. ക്യാമറ തുറന്നിട്ട് ആർക്കും എന്തും പറയാം, അതല്ല ആണത്തം. അതുപോലെ കാണിച്ചു തരണം. ഇന്നേക്ക് ഇന്ന്, നാളേക്ക് വെക്കുകയോ ചെയ്യരുത്. ധൈര്യം ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ ഇജ്ജ് കേട്ടോ, അന്റെ പിന്നാലെ ഞാൻ ഉണ്ട്, മനസ്സിലായോ? ഇനിയും വരും, നല്ലോണം ഞാൻ വരും. ഇജ് കഞ്ചാവാണ്. ഇവനെ കഞ്ചാവ് എന്ന് പറഞ്ഞ ഓനാണിപ്പോ എന്റെ വരിന്ന് വന്ന് ഒന്നിനെ തൂക്കെന്ന് പറഞ്ഞ്. ഇവൻ കഞ്ചാവാണ്, പെണ്ണുപിടിയനാണ്, MDM ആണ്, ലഹരി കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവന്റെ അടുത്തില്ലാത്ത ഒരു തമ്മാടിത്തരമല്ല. ഇവൻ സ്വന്തം പെണ്ണുങ്ങളെ വേശിന്ന് പറഞ്ഞിട്ട് അത് കണ്ടന്റ് ആക്കി വിറ്റ് ജീവിക്കുന്ന പരനാറി കഞ്ചാവാണ് ഈ ഫാത്തി. പോരയോ ഫാത്തിയെ? ഇത് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. വെജഞ്ഞ് എങ്ങനെയാ ഞാൻ പറയാറ്? ഇജ് എന്ത് പറഞ്ഞാലാ ഇജിന്ന് വരിക? എന്നാ ഞാൻ അതാണ് പറയാൻ വേണ്ടിട്ടാ. ഇജിപ്പൊ കഞ്ചാവ് എന്ന് പറഞ്ഞാലാണ് ഇജ് വരിക എന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ അതാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കാളികാവ് എന്റെ നാട്ടിലേക്ക് പോകണോ? അവിടെയും ഞാൻ പോവാം. ഇജ് ചെയ്യോ ഫാത്തിയെ? ഉടുക്ക് പറക്കും എന്റെ. ഒറ്റ വീഡിയോ ഓടിയാനല്ലടാ. ജി ഈ പെണ്ണുങ്ങളുടെ ഇൻബോക്സ് കൂടെ കടന്നിട്ട് പാട്ട് പാടുന്ന മാതിരി ആണുങ്ങളോട് കളിച്ചാന്നാണ്. ജി മക്കളെ വെച്ചിട്ട് ആ ദുബായിൽ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാന്നുള്ളത് പച്ചവെള്ളം എല്ലാവർക്കും അറിയാം. ഇത്രയൊക്കെ ജി ദ്രോഹിച്ചിട്ടും ആ പെണ്ണ് ഇന്നലെ എനക്ക് വേണ്ടിയിട്ട് അത്ര ഞങ്ങളെടുത്ത് കരഞ്ഞു. ഒരു മനസാക്ഷി, ഉമ്മ, പെങ്ങളെ, ഭാര്യ, മക്കളെ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഞങ്ങൾ ആ പെണ്ണിന്റെ കണ്ണീരിനൊരു വില കൊടുത്ത്. എടാ നാറി കഞ്ചാവേ, ഇനി അത് ഇജ്ജ് പ്രതീക്ഷിക്കണ്ട കേട്ടോ. കഞ്ചാവേ ഇജ്ജ് എന്താ വിചാരിച്ചു? ഞാൻ എന്നോട് പറഞ്ഞില്ല ഇജ്ജ് കഞ്ചാവ് വലിച്ചെന്നല്ലേ പറയണത്. ഇജ്ജ് കൂട്ടിയിട്ടിട്ടാണ് കത്തിച്ചിട്ട് അതാ പോക്കണത്. അതുകൊണ്ടാണ് ഇജ്ജ് കുളിച്ചാതെയും തീത്ത് നാറി ഇങ്ങനെ നടക്കണത്. ഇവിടെ പെണ്ണുണ്ടോ അവിടെ പെണ്ണുണ്ടോ ഇതിങ്ങനെ നോക്കി നടക്കണ എന്തിനാ അറിയോ? ഇജ്ജ് ഈ ലഹരിയാണ്. ഇജ്ജൊന്നിന് വന്ന നിങ്ങൾക്ക് ഒന്നും തോന്നരുതട്ടില്ലേ. കാരണം എന്താ അറിയോ, എന്റെ പ്രഷറിന്റെ അളവ് അത്ര കൂടിയിരിക്കണു. കാരണം എനിക്ക് ഓന്റെ ഈ ഒരു പറച്ചിലുണ്ടല്ലോ, ഓനെ കഞ്ചാവ് എന്ന് പറഞ്ഞ എന്റെ പെരീന്ന് ഒന്നിനും ഓൻ തീർക്കുന്നു. കാറ് കയറ്റി തീർക്കുന്നു. കേൾക്കണങ്ങള്. അപ്പോ ഓനിക്ക് ഞാൻ മറുപടി എന്താ ചെയ്യണ്ടേ? ഈ നാട്ടിൽ ഇവിടെ വന്നിട്ട് അവ കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു വെല്ലുവിളി ഓനോടൊന്ന് ഏറ്റെടുക്കാൻ പറയാം. ഓനിക്ക് വേണ്ടി ആര് സംസാരിക്കുകയാണെങ്കിലും ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഓനിക്ക് വേണ്ടി സംസാരിച്ചാൽ മതി കേട്ടോ. അതിനുള്ള തന്തക്കം ഉണ്ടായിക്കണോന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു വെറുപ്പും വേണ്ട. ഇന്റെ ഇങ്ങനത്തെ ഒരു മുഖങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഓനോട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഓന്റെ മാതിരി കുരക്കല്ല. ഓനൊന്നിന് വരട്ടെ, ഓനൊന്ന് കാണിച്ചു തരട്ടെ ഓനെ. നമുക്ക് കാണാലോ ഓന്റെ മാറ്റൊരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഒന്ന് നടത്തുമല്ലേ എന്നുള്ളത്. ഞാൻ എന്റെ നാട്ടിലേക്ക് ഞാൻ പോകണമെങ്കിൽ ഇജ്ജ് പറഞ്ഞോ. ഇപ്പൊ ഈ സെക്കൻഡ് ഇതാ വണ്ടിയാ. സ്റ്റാർട്ട് ആക്കാനും കൂടി വേണ്ട, സ്റ്റാർട്ട് ആക്കിയിട്ടുള്ള വണ്ടിയാണിത്. ഞാൻ പോയിക്കോളാം കേട്ടോ. ഇറക്കാതെ പോട കഞ്ചാവേ. പോട്ടെ കഞ്ചാവേ.